ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത്. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു. ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. എല്ലാവർക്കും നാരായണീയ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നാരായണീയത്തിൽ 3-ാം ദശകത്തിൽ ഭക്തി പ്രാർത്ഥനയാണ്. ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൽ 4 ശ്ലോകം പഠിച്ചു കഴിഞ്ഞു. ഇനി 5-ാമത്തെ ശ്ലോകമാണ് കേട്ടോ പഠിക്കാൻ പോണത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നമുക്ക് പഠിക്കാം. പഠിച്ചാൽ മാത്രം പോലെ നമുക്കതുപോലെ ദിവസവും ചൊല്ലി നമ്മളിലുള്ള ഭക്തി ഇങ്ങനെ വർദ്ധിപ്പിച്ച് വരണേ എന്ന്. ഈ ഭക്തി ഉണ്ടായാൽ എൻ്റെ എല്ലാ ക്ലേശ സമൂഹങ്ങളും ദുഃഖ സമൂഹങ്ങളും ഒക്കെ നശിച്ചു പോകും. അതെനിക്ക് വർദ്ധിച്ചു വരട്ടെ. നോക്കൂ ശ്ലോകം. അടുത്ത 5-ാമത്തെ ശ്ലോകം. ഭവൽ ഭക്തി സ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേദശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവചോ ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായമഖിലം. ഒരു വട്ടം കൂടി ചൊല്ലാം. ഭവൽ ഭക്തി സ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേദശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവചോ ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായമഖിലം. നമുക്കിതിൻ്റെ പദച്ഛേദം ചെയ്യാം. പദച്ഛേദം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമാർഗം ഒന്ന് എഴുതി വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഞാൻ പറയാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ബുദ്ധിമുട്ട് തോന്നാൻ ഒന്ന് എഴുതി വയ്ക്കുക കേട്ടോ. ഭവൽ ഭക്തി സ്ഫീതാ ഭവതു മമ സൈവ. സാ പ്ലസ് ഏവ സൈവ. സാ ദീർഘണ്ട്. സാ ഏവ സൈവ പ്രശമയേദശേഷക്ലേശൗഘം. അവിടെയുണ്ട് പദം പിരിക്കാൻ. പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേത് വ്യാസസ്യ ഉക്തിഃ തവ. ചേദ്വ്യാസസ്യോക്തിസ്തവ. ചേത് വ്യാസസ്യ ഉക്തിഃ തവ. ഉക്തിഃ തവ ഉക്തിസ്തവ. ഉക്തിഃ ക്തി കഴിഞ്ഞിട്ട് 2 കുത്താണ്, വിസർഗാണ്. ഉക്തിഃ പ്ലസ് തവ ഉക്തിസ്തവ. വ്യാസസ്യ ഉക്തി വ്യാസസ്യോക്തി. ചേത് വ്യാസസ്യ ചേദ്വ്യാസസ്യ. ചേത് വ്യാസസ്യ ഉക്തിഃ തവ. ച വചനം നൈഗമവചഃ. നൈഗമവചോ എന്നുള്ളത് നൈഗമവചഃ. ഭവേത് മിഥ്യാ ഭവേന്മിഥ്യാ. ഭവേത് മിഥ്യാ ഭവേന്മിഥ്യാ. രഥ്യാ പുരുഷവചനപ്രായം അഖിലം. രഥ്യാ പുരുഷവചനപ്രായമഖിലം. പദച്ഛേദം കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ വാക്കുകളുടെയും അർത്ഥം നോക്കാം. ഭവൽ ഭക്തി ഭവാനിലുള്ള അങ്ങയിലുള്ള ഭക്തി.
സ്ഫീത വർദ്ധിച്ചത്, ഭവതു ആവട്ടെ, വർദ്ധിച്ചതായി തീരട്ടെ, മമ എൻ്റെ, സൈവ സാ ഏവ, സാ അത്, ഏവ തന്നെ, സാ ഏവ അതു തന്നെ, ആ ഭക്തി തന്നെ, പ്രശമയേത് ശമിപ്പിക്കും, അശേഷ ക്ലേശൗഘം, ക്ലേശം എന്ന് വെച്ചാൽ ദുഃഖം, ഓഘം കൂട്ടം, ക്ലേശൗഘം ക്ലേശങ്ങളുടെ കൂട്ടം സമൂഹം, ക്ലേശസമൂഹങ്ങളെ, അശേഷ ക്ലേശൗഘം, അശേഷ ശേഷിക്കാത്ത മുഴുവനായ എന്നർത്ഥം, മുഴുവൻ ക്ലേശസമൂഹങ്ങളെയും എന്നർത്ഥം. ന ഇല്ല, ഖലു അല്ലോ, ന ഖലു ഇല്ലല്ലോ, ന ഖലു ഇല്ലല്ലോ, ഹൃദി ഹൃദയത്തിൽ, സന്ദേഹ കണിക സന്ദേഹം സംശയം, കണിക എന്ന് വെച്ചാൽ ചെറിയ കണിക, ഏറ്റവും ചെറിയ ഒരു കണം എന്ന് പറയില്ലേ, ഏറ്റവും ചെറിയ സന്ദേഹം പോലും എന്നർത്ഥം, സന്ദേഹ കണിക പോലും, ചെറിയ സന്ദേഹം പോലും ഇല്ല എന്നർത്ഥം. ന ഇല്ല, ചേത് എങ്കിൽ, ന ചേത് ഇല്ലെങ്കിൽ, ന ഇല്ല അല്ലെങ്കിൽ അല്ല, ചേത് എങ്കിൽ, ന ചേത് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെ അർത്ഥം. വ്യാസസ്യ വ്യാസൻ്റെ, ഉക്തിഹി വാക്ക്, ഉക്തി വാക്ക്, വ്യാസൻ്റെ വാക്ക്, തവ നിൻ്റെ, ച വചനം വാക്യം, നൈഗമവചഃ നിഗമം എന്ന് വെച്ചാൽ വേദം, നൈഗമം വേദത്തിൻ്റേതായ, വചഃ നൈഗമ വചഃ നിഗമത്തിലുള്ള വാക്കുകൾ, വേദവാക്യങ്ങൾ എന്നർത്ഥം. ഭവേത് ഭവിക്കും ആയിത്തീരും, മിഥ്യാ അസത്യം, മിഥ്യാ ഭവേത് അസത്യമായിത്തീരും എന്നർത്ഥം. രഥ്യാ പുരുഷ വചനപ്രായം, രഥ്യ എന്ന് വെച്ചാൽ വഴി, മാർഗം, തെരുവ് എന്നർത്ഥം. രഥ്യാ പുരുഷ, പുരുഷൻ മനുഷ്യൻ, രഥ്യാ പുരുഷൻ എന്ന് വെച്ചാൽ തെരുവിലെ മനുഷ്യൻ, സംസ്കാരമില്ലാത്ത തെരുവിൽ ജീവിക്കുന്ന മനുഷ്യരുടെ, വചനം വാക്ക്, പ്രായം ച പോലെ, രഥ്യാ പുരുഷ വചനപ്രായം, രഥ്യാ പുരുഷൻ്റെ തെരുവുതണ്ടികളായ മനുഷ്യരുടെ വാക്ക് പോലെ, അഖിലം മുഴുവൻ എന്നർത്ഥം. അന്വയക്രമത്തിൽ അർത്ഥം പറയാം. ഭവൽ ഭക്തി സ്ഫീതാ ഭവതു മമ, മമ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് എന്നൊക്കെ അർത്ഥമുണ്ട്. ഭവൽ ഭക്തി അങ്ങയിലുള്ള ഭക്തി, എനിക്ക് അങ്ങയിലുള്ള ഭക്തി അല്ലെങ്കിൽ എൻ്റെ അങ്ങയിലുള്ള ഭക്തി, സ്ഫീതാ ഭവതു വർദ്ധിച്ചു വരണമേ. ഭഗവാനേ ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങയിലുള്ള ഭക്തി സ്ഫീതാ ഭവതു വർദ്ധിച്ചു വരണമേ. സാ ഏവ സൈവ അത് തന്നെ, ആ ഭക്തി തന്നെ, പ്രശമയേത് അശേഷക്ലേശൗഘം, അശേഷക്ലേശൗഘം മുഴുവൻ ക്ലേശസമൂഹത്തെയും, എല്ലാ സങ്കടങ്ങളെയും, അശേഷം ശേഷിക്കാത്ത, ഒന്നും ബാക്കി വയ്ക്കാതെ തന്നെ, എല്ലാ ക്ലേശങ്ങളെയും ബാക്കി വയ്ക്കാതെ തന്നെ മുഴുവനായിട്ടും, പ്രശമയേത് ശമിപ്പിക്കും, ശമയേത് ശമിപ്പിക്കും, പ്രശമയേത് നന്നായി ശമിപ്പിക്കും. ഹൃദി ഹൃദയത്തിൽ, മനസ്സിൽ, സന്ദേഹ കണിക ന ഖലു സംശയത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലല്ലോ. അതായത് എനിക്ക് ഭഗവാനോടുള്ള ഭക്തി വർദ്ധിച്ചു വരട്ടെ, ആ ഭക്തി തന്നെ മുഴുവൻ ക്ലേശസമൂഹങ്ങളെയും ശമിപ്പിക്കും എന്നതിൽ ന ഖലു ഹൃദി സന്ദേഹ കണിക, ഹൃദയത്തിൽ എൻ്റെ മനസ്സിൽ ഒരു സന്ദേഹവും ഒരു സംശയവും ഇല്ല തന്നെ, ഇല്ലല്ലോ. ന ഖലു ഇല്ലല്ലോ. ന ചേത് ഇല്ല അല്ല എങ്കിൽ എന്ന് വെച്ചാൽ ആ ഭക്തി എൻ്റെ ദുഃഖങ്ങളെ നശിപ്പിക്കുകയില്ല എങ്കിൽ, വ്യാസസ്യ ഉക്തി വ്യാസൻ്റെ വാക്കും, തവ വചനം അങ്ങയുടെ വാക്കും, നൈഗമവചഃ നിഗമവാക്ക്
വേദങ്ങളിലെ വാക്കും. ച എന്ന അവസാനം കൊടുക്കുക കേട്ടോ. തവ നിന്റെ, ച എന്ന് വെച്ചാൽ എന്നാണ്. നളന് അവസാനം കൊണ്ടുവരിക. വ്യാസസ്യ ഉക്തി തവ വചനം നൈഗമവചഃ ച. വ്യാസന്റെ ഉക്തിയും വ്യാസന്റെ വാക്കും, തവ വചനം അങ്ങയുടെ വാക്കും, നൈഗമവചഃ ച വേദങ്ങളിലെ വാക്കും, അഖിലം മുഴുവനും, എല്ലാം രഥ്യാപുരുഷ വചനപ്രായം മിഥ്യാഭവേത്. രഥ്യയിലെ പുരുഷന്മാരുടെ, തെരുവിലെ മനുഷ്യരുടെ, വചനപ്രായം വചനം പോലെ, തെരുവിൽ തെണ്ടി നടക്കുന്നവരുടെ വാക്ക് പോലെ, മിഥ്യാഭവേത് അസത്യമായിട്ട് ഭവിക്കും. അതായത് വ്യാസന്റെ ഉക്തി, വ്യാസന്റെ വാക്ക് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റല്ല. വ്യാസഭഗവാൻ വേദങ്ങളെ 4 വ്യസിച്ചു. മറ്റൊന്ന്, വ്യാസൻ 18 പുരാണങ്ങൾ രചിച്ചു. വ്യാസൻ മഹാഭാരതം രചിച്ചു. വ്യാസൻ ഭാഗവതം രചിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാതും ജനങ്ങളിൽ ഭക്തി വർദ്ധിച്ച് അവർക്ക് മുക്തി കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളാണ് അതിൽ എഴുതിക്കണതൊക്കെയും. അപ്പോൾ വ്യാസൻ്റെ ഉക്തി സത്യമാണെന്ന് ഉറപ്പാണ്. അതുപോലെ തവ വചനം, അങ്ങയുടെ വാക്കും അസത്യമല്ല. എന്താ കാരണം? അങ്ങ് ആരാ? ഗുരുവായൂരപ്പൻ കൃഷ്ണനാണ്. അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനന് കുറേ ഉപദേശം കൊടുത്തിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നൈഗമവചഃ വേദങ്ങളിലെ വാക്കുകളും. നിഗമം എന്ന് വെച്ചാൽ വേദമാണ്. നിഗമം വേദം. നൈഗമം വെച്ചാൽ വേദസംബന്ധിയായ വചഃ വാക്കുകളും. വേദത്തിലെ വാക്കുകളൊന്നും തെറ്റല്ല. അപ്പോൾ അങ്ങയോടുള്ള എൻ്റെ ഭക്തി ക്ലേശസമൂഹങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇല്ല എങ്കിൽ ഇതൊക്കെ തെറ്റായിരിക്കും. വ്യാസൻ്റെ വാക്കും തെറ്റായിരിക്കും, അങ്ങയുടെ വാക്കും തെറ്റായിരിക്കും, വേദങ്ങളിലെ വാക്കുകളും മുഴുവനും തെറ്റായിരിക്കും. ഏതുപോലെ? തെരുവിലെ മനുഷ്യരുടെ, സംസ്കാരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത തെരുവിലെ ആൾക്കാരുടെ വചനം പോലെ മിഥ്യാഭവേത് അസത്യമായിട്ട് വരും എന്നർത്ഥം. ഭഗവാനോടുള്ള ഭക്തി എനിക്ക് വർദ്ധിക്കണേ, അതെൻ്റെ ക്ലേശസമൂഹങ്ങളെ നശിപ്പിക്കും, അത് സത്യമാണ്. അല്ല എങ്കിൽ ഇതൊക്കെ തെറ്റായിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അന്വയക്രമത്തിൽ അർത്ഥം പറയാം. നോക്കൂ. എനിക്ക് അങ്ങയിലുള്ള ഭക്തി വർദ്ധിച്ചു വരണേ. അത് തന്നെ, ആ ഭക്തി തന്നെ മുഴുവൻ ക്ലേശ സമൂഹവും എന്നുവെച്ചാൽ എല്ലാ സങ്കടങ്ങളെയും ശമിപ്പിക്കും, തീർത്തുകൊള്ളും എന്നതിൽ മനസ്സിൽ ഒരു സംശയത്തിൻ്റെ കണിക പോലും ഇല്ലല്ലോ. അല്ല എങ്കിൽ, ആ ഭക്തി എൻ്റെ ദുഃഖങ്ങളെ നശിപ്പിച്ചില്ല എങ്കിൽ വ്യാസൻ്റെ വാക്കും അങ്ങയുടെ വാക്കും വേദങ്ങളിലെ വാക്കും മുഴുവൻ എല്ലാം തെരുവിൽ തെണ്ടി നടക്കുന്നവരുടെ വാക്ക് പോലെ അസത്യമായിട്ട് വരും. എന്ന് വെച്ചാൽ ഒരിക്കലും അതൊന്നും തെറ്റല്ല, അതുകൊണ്ട് ഇതും തെറ്റല്ല എന്നർത്ഥം. ശ്ലോകം ചൊല്ലാം. ഭവൽ ഭക്തി സ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേദശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണികാ ന ചേത് വ്യാസസ്യോക്തി തവ ച വചനം നൈഗമവചോ ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായമഖിലം. അടുത്ത ശ്ലോകം. ഭവൽ ഭക്തിസ്താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാദ് കിമപ്യാരൂഢാ ചേദഖില പരിതാപപ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമലപരിബോധോദയമിളൻ മഹാനന്ദദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യമപരം. ഒന്നുകൂടി വായിക്കാം. ഭവൽ ഭക്തിസ്താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാദ് കിമപ്യാരൂഢാ ചേദഖില പരിതാപപ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമലപരിബോധോദയമിളൻ മഹാനന്ദദ്വൈതം ദിശതി കിമതഃ
പ്രാർത്ഥ്യമപരം. പദച്ഛേദം നോക്കാം. ഭവൽ ഭക്തിഹി താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാത് കിമപി ആരൂഢാ ചേത് അഖില പരിതാപപ്രശമനി. പുനഃ ച അന്തേ. പുനഃ ച പുനശ്ച. പുനഃ വിസർഗം ന കഴിഞ്ഞിട്ട് വിസർഗമാണ്. പുനഃ ച പുനശ്ച. ച അന്തേ ചാന്തേ. പുനശ്ചാന്തേ. പുനഃ ച അന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിം അതഃ കിമതഃ. പ്രാർത്ഥ്യം അപരം പ്രാർത്ഥ്യമപരം. പദച്ഛേദം ഒന്നും കൂടി നോക്കാം. ഭവൽ ഭക്തിഹി താവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാത് കിമപി ആരൂഢാ ചേത് അഖില പരിതാപപ്രശമനി. പുനഃ ച അന്തേ സ്വാന്തേ വിമല പരിബോധോദയമിലൻ മഹാനന്ദാദ്വൈതം ദിശതി കിം അതഃ പ്രാർത്ഥ്യം അപരം. നമുക്ക് ഓരോ വാക്കിൻ്റെയും അർത്ഥം നോക്കാം. ഭവൽ ഭക്തി എന്ന് വെച്ചാൽ അങ്ങയോടുള്ള ഭക്തി എന്നർത്ഥം. ഭവൽ ഭക്തി ഭഗവാനോടുള്ള ഭക്തി, അങ്ങയോടുള്ള ഭക്തി. താവത് എന്ന് വെച്ചാൽ ഇവിടെ ആകട്ടെ എന്നർത്ഥം. ഭവൽ ഭക്തി ഹി താവത് അങ്ങയോടുള്ള ഭക്തി ആകട്ടെ. പ്രമുഖമധുര. പ്രമുഖമധുര മുഖഭാഗത്ത് തുടക്കത്തിൽ എന്നർത്ഥം. പ്രമുഖ മധുര തുടക്കത്തിൽ മധുരമുള്ളതാണ്. അങ്ങയുടെ ഭക്തിയാകട്ടെ തുടക്കത്തിലേ മധുരമുള്ളതാണ്. പ്രമുഖ മധുര തുടക്കം മുതലേ മധുരമുള്ളതാണ്. അടുത്ത വാക്ക് ത്വത് ഗുണരസാത്. ത്വത് ഗുണം തവ ഗുണം അങ്ങയുടെ ഗുണം. ഗുണരസാത് ഗുണരസം കൊണ്ട് ആനന്ദരസം കൊണ്ട് അങ്ങയുടെ ആനന്ദരസം കൊണ്ട് തന്നെ പ്രമുഖ മധുരമാണ് എന്നർത്ഥം. തുടക്കത്തിലേ മധുരമായിട്ടുള്ളതാണ്. കിമപി ആരൂഢാ ചെയ്ത്. കിമപി കുറച്ചുകൂടി ആരൂഢ വളർന്നാൽ എങ്കിൽ ചെയ്ത് എങ്കിൽ കുറച്ചുകൂടി അത് വളർന്നാലോ. അങ്ങയോടുള്ള ഭക്തി തുടക്കത്തിലെ തന്നെ മധുരമുള്ളതാണ്. കിമപി ആരൂഢാ ചെയ്ത് കുറച്ചും കൂടി അത് വളർന്നാലോ, ഭക്തി അങ്ങോട്ട് വളർന്നാലോ. അഖില പരിതാപപ്രശമനി. അഖില മുഴുവൻ പരിതാപങ്ങളെയും ദുഃഖങ്ങളെയും പ്രശമനി ശമിപ്പിക്കുന്നതാണ്. അഖില പരിതാപപ്രശമനി മുഴുവൻ ദുഃഖങ്ങളെയും നിശേഷം നശിപ്പിക്കുന്നതാണ്. പുനഃ പിന്നെ. ച എന്നർത്ഥം. അന്തേ അവസാനം. പുനഃ അന്തേ പിന്നെ അവസാനത്തിൽ എന്ന് വെച്ചാൽ തുടക്കത്തിലേ തന്നെ അങ്ങയോടുള്ള ഭക്തി മധുരമുള്ളതാണ്. അതങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നാൽ അങ്ങ് നമ്മുടെ രോഗങ്ങളെല്ലാം നിശേഷം നശിപ്പിക്കുന്നു. പിന്നെയും അത് അവസാനം വരുമ്പോഴോ അങ്ങയോടുള്ള ഭക്തി എന്താണ്ടാവുക. സ്വാന്തേ. സ്വാന്തത്തിൽ സ്വന്തം അന്തർഭാഗത്ത് ഉള്ളിൽ മനസ്സിൽ വിമല പരിബോധോദയമിളൻ മഹാനന്ദദ്വൈതം ദിശതി. വിമലം ച വിമലമായ നിർമ്മലമായ തെളിഞ്ഞ. പരിബോധം ജ്ഞാനം ബോധം. വിമല പരിബോധം തെളിഞ്ഞ ജ്ഞാനം അറിവ്. അതിൻ്റെ ഉദയം പരിബോധ ഉദയം ജ്ഞാനോദയം. വിമലമായ തെളിഞ്ഞ നിർമ്മലമായ ജ്ഞാനത്തിൻ്റെ ഉദയത്തോട് മിലൻ. മിലൻ എന്ന് വെച്ചാൽ ചേർന്ന മേളിച്ച. മഹാനന്ദ അദ്വൈതം മഹാനന്ദം പരമാനന്ദത്തിൻ്റെ അദ്വൈതം. ദ്വൈതം വെച്ചാൽ രണ്ട് എന്നർത്ഥം. അദ്വൈതം രണ്ടല്ല ഒന്ന്, ഒന്നായി തീരുക, ഐക്യം എന്നർത്ഥം. വിമല പരിബോധോദയമിളൻ മഹാനന്ദദ്വൈതം ദിശതി. ദിശതി കൊടുക്കുന്നു, തരുന്നു എന്നൊക്കെ അർത്ഥം. നമുക്ക് എന്ത് തരുന്നു? വിമലമായ നിർമ്മലമായ
പരിബോധത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഉദയത്തോടുകൂടി മിലൻ മേളിക്കുന്ന ചേർന്ന മഹാനന്ദമാകുന്ന പരമാനന്ദത്തിൻ്റെ അദ്വൈതം ഐക്യത്തെ ദിശതി കൊടുക്കുന്നു, തരുന്നു എന്നർത്ഥം. അതഹ അപരം കിം പ്രാർത്ഥ്യം. അതഹ ഇതിനേക്കാൾ, അതഹ ഇതിനേക്കാൾ, അപരം വേറെ, കിം എന്താണ്, പ്രാർത്ഥ്യം പ്രാർത്ഥിക്കേണ്ടത് എന്ന്. അപ്പോൾ അന്വയക്രമത്തിൽ ഒരു വട്ടം കൂടി അർത്ഥം നമുക്ക് നോക്കാം. ഭവൽ ഭക്തിഹി താവത് അങ്ങയോടുള്ള ഭക്തിയാകട്ടെ, ത്വദ്ഗുണരസാത് അങ്ങയുടെ ആനന്ദരസത്താൽ, ഗുണരസത്താൽ അങ്ങയുടെ ഗുണങ്ങളുടെ രസം കൊണ്ട്, പ്രമുഖ മധുര തുടക്കത്തിലേ തന്നെ മധുരമാണ്. നമ്മൾ ഈ ഭക്തിയോഗവും ജ്ഞാനയോഗവും കർമ്മയോഗം എന്നൊക്കെ പറയില്ലേ. ഇപ്പം ജ്ഞാനമാണെങ്കിൽ അറിവിന് തുടക്കത്തിലേ മധുരം ഉണ്ടാവില്ല. ഉദാഹരണമായിട്ട് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനന് കുറേ അറിവുകൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടം തോന്നില്ല, അറിവല്ലേ, ഒരു മധുരമായിട്ട് തോന്നില്ല. പക്ഷേ അറിവുകൾക്ക് എപ്പോഴാണ് മാധുര്യം ഉണ്ടാവുക? അറിവ് മനസ്സിൽ ചെന്ന് അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിച്ച് നന്നായിട്ട് മനസ്സിലാവുമ്പോഴാണ് അറിവിന് മാധുര്യം ഉണ്ടാവുള്ളൂ. തുടക്കത്തിലെ അറിവിന് മാധുര്യം ഉണ്ടാവില്ല, ജ്ഞാനത്തിന് തുടക്കത്തിലേ മാധുര്യം ഉണ്ടാവില്ല. പക്ഷേ ഭക്തിക്ക് തുടക്കത്തിലേ മാധുര്യം ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഭവൽ ഭക്തി, ഭഗവാനോടുള്ള ഭക്തിക്ക് തുടക്കത്തിലെ തന്നെ അങ്ങയുടെ ഗുണരസം കൊണ്ട്, അങ്ങയുടെ ആനന്ദരസം കൊണ്ട് പ്രമുഖ മധുരമാണ്. തുടക്കത്തിൽ തന്നെ, മുഖഭാഗത്ത് തന്നെ, തുടക്കത്തിലെ തന്നെ മധുരമായിട്ടുണ്ട്. പക്ഷെ ജ്ഞാനത്തിനുണ്ടാവില്ല. പിന്നെ ആ ഭക്തി കുറച്ചുകൂടി കിമപി ആരൂഢ ചെയ്ത് കുറച്ചുകൂടി വളർന്നാൽ, ആ ഭക്തി വളർന്നാലോ, അഖില പരിതാപ പ്രശമനി എല്ലാ ദുഃഖങ്ങളെയും അത് ശമിപ്പിക്കുന്നു. പിന്നെ അന്തേച്ച അവസാനത്തിൽ, സ്വാന്തേ സ്വന്തം മനസ്സിൽ, സ്വാന്തത്തിൽ മനസ്സിൽ, വിമല പരിബോധോദയം വിമലമായി തെളിഞ്ഞ പരിബോധ ഉദയം, ജ്ഞാനോദയം, തെളിഞ്ഞ ജ്ഞാനത്തിൻ്റെ ഉദയത്തോടുകൂടി മിലൻ മേളിക്കുന്ന ചേർന്ന മഹാനന്ദ അദ്വൈതം, പരമാനന്ദത്തിൻ്റെ അദ്വൈതത്തെ, ഐക്യത്തെയും ദിശതി കൊടുക്കുന്നു. ഭക്തി ജീവിതത്തിൽ സുഖം കൊടുക്കുന്നു, ദുഃഖനാശം കൊടുക്കുന്നു, മോക്ഷവും കൊടുക്കുന്നു. ഭക്തി കൊണ്ട് തന്നെ അതൊക്കെ ഉണ്ടാവണത്, മനസ്സിലായോ? അതുകൊണ്ട് ഭക്തി മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കിമത പ്രാർത്ഥ്യമപരം, അതഹ അപരം ഇതിനേക്കാൾ വേറെ, കിം പ്രാർത്ഥ്യം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഭക്തി മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് ഭക്തി തരണേന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. എന്താ കാരണം? ഭക്തി തുടക്കത്തിലേ സന്തോഷം തരുന്നതാണ്. ഭക്തി കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നു. അവസാനം ഈ ഭക്തി എന്ത് ചെയ്യുന്നു? വിമലമായ ജ്ഞാനോദയത്തോടു കൂടി ചേർന്ന് പരമാനന്ദമാകുന്ന അദ്വൈതത്തെയും കൊടുക്കുന്നു, മോക്ഷത്തെയും കൊടുക്കുന്നു എന്നർത്ഥം. അപ്പോൾ ജീവിതത്തിൽ സുഖം തുടക്കത്തിലേ തൊട്ട് സുഖം ഉണ്ടാകുന്നു, ദുഃഖങ്ങളുടെ നാശമുണ്ടാകുന്നു, മോക്ഷവും ലഭിക്കുന്നു. ഇതൊക്കെ ഭക്തി കൊണ്ട് തന്നെ സാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഭക്തി മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ ഗുരുവായൂരപ്പാ, എനിക്ക് ഭക്തി മാത്രം തരണേ, ഭക്തി തരണേന്ന് മാത്രമേ ഭഗവാനോട് അപേക്ഷിക്കുന്നുള്ളൂ. മേൽപ്പത്തൂർ നമുക്കും അതുപോലെ തന്നെ ഭഗവാനോട് നമ്മുടെ ദുഃഖമൊക്കെ മാറ്റി സുഖം കൈവന്ന് മോക്ഷം നേടാനായിട്ട് ഭഗവാനോട് ഭക്തി തരണേന്ന് തന്നെ പ്രാർത്ഥിക്കാം കേട്ടോ. ഒന്നുകൂടി ചൊല്ലാം. ഭവൽ ഭക്തിസ്താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാദ് കിമപ്യാരൂഢാ ചേദ് അഖില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദദ്വൈതം ദിശതി കിമത
പ്രാർത്ഥ്യമപരം. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും 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 വായിച്ച് മനസ്സിലാക്കി മനസ്സിൽ ഭക്തി ഉറപ്പിക്കുക. അപ്പം നമുക്ക് നാളെ അടുത്ത ശ്ലോകങ്ങൾ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.